ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവരച്ചോർച്ച നടന്നതായി സൈബർ സുരക്ഷാ വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ. ആഗോളതലത്തിൽ 1600 കോടി പാസ്വേഡുകൾ ചോർന്നതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഡാറ്റകൾ ചോർന്നിട്ടുള്ളത്. ഈ ഡാറ്റ ചോർച്ച കോടിക്കണക്കിന് ഉപയോക്താക്കളുടെ സ്വകാര്യ ഡാറ്റ ചോരുന്നതിന് കാരണമാകുമെന്ന് സൈബർ ന്യൂസിന്റെയും ഹോപ്പ് ന്യൂസിന്റെയും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളതലത്തിൽ വ്യാപകമായ ഫിഷിംഗ് തട്ടിപ്പുകൾ, ഐഡന്റിറ്റി മോഷണം, അക്കൗണ്ട് ഹാക്കിംഗ് എന്നിവയിലേക്ക് നയിച്ചേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചോർന്ന ക്രെഡൻഷ്യലുകളിൽ ഭൂരിഭാഗവും പുതിയതും ഇൻഫോസ്റ്റെല്ലറുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം മാൽവെയർ വഴി ശേഖരിക്കുന്നതുമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ മാൽവെയർ പ്രോഗ്രാമുകൾ ആളുകളുടെ ഉപകരണങ്ങളിൽ നിന്ന് ഉപയോക്തൃ നാമങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കുകയും ഹാക്കർമാർക്ക് നൽകുകയും ചെയ്യുന്നു. അവർ അവ നേരിട്ട് ഉപയോഗിക്കുകയോ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെക്കുകയോ ചെയ്യുന്നു. ഇമെയിൽ, ഗൂഗിൾ, ഫേസ്ബുക്ക്, ടെലിഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, ഗിറ്റ്ഹബിലെ ഡെവലപ്പർ അക്കൗണ്ടുകൾ, ചില സർക്കാർ പോർട്ടലുകൾ എന്നിവയുടേതെല്ലാം ലോഗിൻ വിവരങ്ങൾ ചോർന്ന ഡാറ്റകളിൽ ഉൾപ്പെടുന്നു. വെബ്സൈറ്റ് ലിങ്ക് കാണിക്കുന്ന ഫോർമാറ്റിലാണ് മിക്ക വിവരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഹാക്കർമാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. നാട്ടുവാർത്തയുടെ യൂട്യൂബ് അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വെറുമൊരു വിവര ചോർച്ചയല്ലെന്നും വലിയ രീതിയിൽ ചൂഷണം നടത്താനുള്ള പദ്ധതിയുടെ ബ്ലൂ പ്രിന്റാണെന്നും ഗവേഷകർ പറയുന്നു. ദശലക്ഷക്കണക്കിന് മുതൽ കോടിക്കണക്കിന് വരെ ലോഗിൻ വിശദാംശങ്ങൾ അടങ്ങിയ ഏകദേശം 30 വലിയ ഡാറ്റ സൈറ്റുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു. മോഷ്ടിച്ച ഡാറ്റ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുമെന്നതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. പരിമിതമായ സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്ക് പോലും ഡാർക്ക് വെബിൽ ഈ പാസ്വേഡുകൾ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ദൈനംദിന ഉപയോക്താക്കൾ മുതൽ വലിയ കമ്പനികളെ വരെ ബാധിക്കുന്നു. പരമ്പരാഗത പാസ്വേഡുകൾ ഉപേക്ഷിച്ച പാസ്കീകൾ പോലുള്ള കൂടുതൽ സുരക്ഷിതമായ ഓപ്ഷനുകളിലേക്ക് മാറാൻ ഗൂഗിൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. SMS അല്ലെങ്കിൽ ഇമെയിലുകൾ വഴി അയക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും FBI പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.